ഇപ്പോൾ കേണൽ എസ് ഡിന്നി കൂടി ചേരുകയാണ്. ശ്രീ എസ് ഡിന്നി, ഇപ്പോൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ വാഗ അട്ടാരി അതിർത്തിയിൽ നിന്നാണ്. അവിടെ തടയപ്പെട്ടിരിക്കുന്നത് പാക് പൗരന്മാരെ തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയിലുണ്ടായിരുന്ന പാക് പൗരന്മാർ തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി തടയുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് മുഴുവൻ അവിടെ ഈ ഒരു നാടകീയ രംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ് പാകിസ്ഥാൻ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? ഇത് അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കുവാനാണോ? ഇന്ത്യയിൽ നിന്ന് ഞങ്ങളുടെ പൗരന്മാരെ പുറത്താക്കുന്നു ബലം പ്രയോഗിച്ച് ഇങ്ങനെ കാണിക്കുന്നതിന് വേണ്ടിയാണോ? നോക്കൂ ശ്രീ മഞ്ജുഷ്, ഇത് ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ്. പാകിസ്ഥാൻ ആസ് ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന ആക്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ്. മുൻപ് കാർഗിൽ യുദ്ധ സമയത്തും പാകിസ്ഥാൻ സൈന്യം ഇതേപോലെ പാകിസ്ഥാന്റെ സൈനികരെ അവരെ ഇന്ത്യൻ ആർമി വധിച്ചു കഴിഞ്ഞിട്ട് അവരവിടെ ഡെഡ് ബോഡീസ് അവര് റിസീവ് ചെയ്തില്ലായിരുന്നു. പിന്നീട് നമ്മുടെ സൈന്യമാണ് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ പ്രകാരം അവിടെ ലാസ്റ്റ് റൈറ്റ്സ് അല്ലെങ്കിൽ അന്തിമ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇന്ന് ഇവിടുന്ന് പാകിസ്ഥാനി പൗരന്മാർ ധാരാളമുള്ള ഒരു രാജ്യമാണ് ഭാരതം. അപ്പൊ പാകിസ്ഥാൻ പൗരന്മാർ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോ അവരുടെ മുഖത്താണ് ഈ ഗേറ്റ് അടച്ച് നിൽക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ പൗരന്മാരോ അല്ലെങ്കിൽ അവരുടെ ഇതുപോലത്തെ ആളുകളൊന്നും ഒരു മാറ്റർ അല്ല. അവിടെ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത് നേരത്തെ പലരും പറഞ്ഞ പോലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉന്നതര ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്കും അവരുടെ സ്വത്തും അവരുടെ ആളുകളും അവരുടെ വെൽഫെയർ മാത്രമാണ് ആ രാജ്യം നോക്കുന്നത്. ആ ഫൗജി ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബോർഡിലും മറ്റെല്ലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു രാജ്യമായി മാറി. ഇപ്പൊ പാകിസ്ഥാൻ സൈന്യം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ താഴെ തട്ടിൽ നിൽക്കുന്ന ജവാന്മാർക്കോ അല്ലെങ്കിൽ ജെസിഒസിനോ ഒരു ഫെസിലിറ്റി ഒന്നുമില്ല വലുതായിട്ട്. പക്ഷെ അവിടെ ആ പഞ്ചാബി മുസ്ലിംസ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിലുള്ള സീനിയർ ഓഫീസേഴ്സ് ആയിട്ടുള്ള അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇതുപോലെ അവരുടെ പൗരന്മാര് അവിടുത്തെ പ്രായമായിട്ടുള്ളവർ, ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി അവിടെ മരിക്കുകയും ചെയ്തു ബോർഡറിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അട്ടാരി ബോർഡറിൽ അവിടെ ചെന്നപ്പം അവിടെ ഇതായി. പക്ഷെ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചോളം അവരിപ്പോ എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്? അവർ ഇതിനകത്തുനിന്ന് നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മീഡിയ വരണം. നോക്കൂ, ഇവിടുന്ന് ഞങ്ങളെയൊക്കെ തിരിച്ചയക്കുന്നു. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അവിടെ ഇവരുടെ ഇപ്പോൾ അവരുടെ ബൈറ്റുകൾ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചാൽ അറിയാം. അവർ പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ്. കാരണം ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ വന്നവരാണ് ഇവർ. അവർ പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകണം, അവിടെയാണ് ഞങ്ങളുടെ കുടുംബമുള്ളത് എന്നാണ്. അപ്പോൾ പോകാൻ തയ്യാറായി തന്നെ വന്നവരെയാണ് പാകിസ്ഥാൻ സ്വന്തം നാട്ടിലേക്ക് കയറ്റാതിരിക്കുന്നത്. അതെ, അബ്സല്യൂട്ട്ലി അതന്നെയാണ്. അവിടെ ക്ലിയർ ആയിട്ട് ആ സ്ത്രീകളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തിരിച്ച് ഇത് പാകിസ്ഥാനാണ് ഞങ്ങളുടെ രാജ്യം, ഞങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് പോലും അവരെ അലൗ ചെയ്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആളുകളല്ല ഇവർക്ക് പ്രധാനം. നോക്കൂ, നമ്മുടെ ഭാരതത്തിൽ എങ്ങനെയാണ് 26 പേരെ ഭീകരവാദികൾ വന്ന് ഇതുപോലത്തെ ഒരു ടെറർ അറ്റാക്ക് ചെയ്തപ്പോൾ മൊത്തം രാജ്യം ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിനകത്ത് നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല. പക്ഷെ ഇതേപോലെ 700-ഓളം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസങ്ങളായിട്ട് കുറെ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇന്ന് പ്രായമായിട്ടുള്ള സ്ത്രീകളും ചെറിയ കുട്ടികളുമായിട്ടൊക്കെ വന്ന് നിന്നിട്ട് പോലും അവരെ സംബന്ധിച്ചൊന്നും ഒരു കുലുക്കമില്ല. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നരേറ്റീവ് സൃഷ്ടിക്കണം. ഭാരതം എങ്ങനെയാണ് ഇവരെ ആളുകളെ, ഭാരതം വളരെ എന്താ പറഞ്ഞ ഒരു ലീഗലായിട്ടുള്ള കാര്യമാണ്. ഒരു വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ ഇവിടുന്ന് പറഞ്ഞിവിടെയാണ്. അതായത് നിങ്ങളെ വിസ റദ്ദാക്കുന്നു. അതൊക്കെ നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയല്ല. അതിനകത്ത് ഇപ്പം എത്രയോ നമ്മളിപ്പോ കോവിഡ് സമയത്ത് കണ്ടിട്ടില്ലേ, നമ്മളെ ആളുകൾ തിരിച്ചു പോകാനും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ അതൊക്കെ വരുന്ന കാര്യമാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഭാരത സർക്കാരിന്റെ ഒരു തീരുമാനത്തെ രീതിയിലാണ് പോകുന്നത്. അതിനകത്ത് അപ്പൊ പാകിസ്ഥാന് സ്വന്തം പൗരന്മാരെ റിസീവ് ചെയ്യാൻ എന്താണ് മടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊരു മൈൻഡ് സെറ്റ് ആണ് ശ്രീ മഞ്ജുഷ്, ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റിനകത്ത് അവരുടെ താല്പര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഹയർ ഒഫീഷ്യൽസ്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹയർ ഒഫീഷ്യൽസിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സൈന്യവും മാത്രമായിട്ടുള്ള രാജ്യമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയാം. അതിനു വേണ്ടി നേരത്തെ പറഞ്ഞ ഹാഫിസ് സയ്യിദിനെ പോലുള്ള ആളുകളെയൊക്കെ അവർ വെറും ഒരു ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഹാഫിസ് സയ്യിദൊക്കെ എത്രയോ പ്രാവശ്യമാണ് ഈ ജയിലിൽ പോകുന്നത് കാണിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടു തടങ്കലാന്ന് കാണിക്കുന്നത്. ഓരോ പ്രാവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും വരും. നോക്കൂ, ഇപ്പം സ്പെഷ്യലി ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന് കണ്ട ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ആണ് ഹാഫിസ് സയ്യിദിനെ US പോലും പറഞ്ഞിരിക്കുന്നത്. $10 million ആണ് ഹാഫിസ് സയ്യിദിന്റെ മുകളിൽ വിട്ടേക്കുന്നത്. എന്നിട്ടും ഹാഫിസ് സയ്യിദ് ലാഹോറിലെ ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കുകയാണ്. അവിടെ തന്നെ മാറ്റിയതിന്റെ കാരണം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പൊ അങ്ങോട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ അവിടെ താമസിച്ചു കഴിഞ്ഞാൽ
ഭാരതം ഇവരെ സ്ട്രൈക്ക് ചെയ്യുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ ആളുകളും സിവിലിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അത്രയും കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നതുകൊണ്ട് ചിലപ്പോൾ ഭാരതം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഹാഫിസ് സയ്യിദിനെ അങ്ങോട്ട് മാറ്റുന്നത്. 3 ടയർ സെക്യൂരിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ഹാഫിസ് സയ്യിദിന്. പാകിസ്ഥാൻ സൈന്യം അവിടെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഈ ടെററിസ്റ്റിന് വേണ്ടി 2022 31 വർഷം തടവ് കൊടുക്കുകയും അതിന് മുൻപ് 11 വർഷം തടവ് കൊടുക്കുകയും എന്നൊക്കെ ഒരു പ്രഹസനം കാണിക്കുന്നത്. അതായത് FATF വന്നപ്പം അവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഹഫീസ് സയ്യിദിനെ ജയിലിലടച്ചു. അതിനു മുൻപ് പർവേസ് മുഷറഫിന്റെ പ്രഷർ വന്നപ്പോൾ വീണ്ടും ജയിലിലടച്ചു. പക്ഷെ ഹാഫിസ് സയ്യിദ് അവിടെ തന്നെ ഉണ്ട്, ദാവൂദ് ഇബ്രാഹിം അവിടെ തന്നെ ഉണ്ട്, മൗലാന മസൂദ് അസർ അവിടെ തന്നെ ഉണ്ട്. അവരെല്ലാം സ്റ്റേറ്റിന്റെ ഹെൽപ്പോടുകൂടി വളരെ നല്ല രീതിയിൽ അവിടെ ജീവിച്ചു പോകുന്നു. സ്റ്റേറ്റിന് വേണ്ടി, പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ടി ഭാരതത്തിന്റെ ഉള്ളിൽ പലപ്പോഴായിട്ട് ഓരോ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് സ്വന്തം ആളുകളെ അവർക്ക് റിസീവ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു മൈൻഡ് സെറ്റ് ആണ് ഇന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ടോപ്പിൽ. അതാണ് DGISIനെ പിടിച്ച് NSA ആക്കി. നോക്കൂ, എത്ര 2 വർഷമായിട്ട് ആ NSA പോസ്റ്റ് വേക്കന്റ് ആയിരുന്നു. പക്ഷെ DGISI ഇപ്പൊ DGISIയും NSAയും 2 പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ് സൈന്യത്തിന്റെ ഒരു ഓഫീസർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എത്രമാത്രം കൺട്രോളിലേക്ക് വരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പല റിപ്പോർട്ട്സും വരുന്നത് ചിലപ്പം ജനറൽ അസീം മുനീർ ഒരു പട്ടാള ഭരണത്തിലേക്ക് പോലും പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വീണ്ടും പാകിസ്ഥാൻ ആർമിക്ക് ഒരു പ്രാധാന്യം അവർ ഇതിലൂടെ നേടാനുള്ള ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു ഈ പെഹൽഗാം. അതിലേക്കാണ് അവരിപ്പം അവരുടെ സൈന്യത്തിനെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ